ഇതിലും ഗതികെട്ടവർ വേറെ ആരുണ്ട് കർത്താവേ എന്ന സിനിമ ഡയലോഗ് പോലെയാണ് ഇപ്പോൾ BJP-യുടെയും CPM-ന്റെയും അവസ്ഥ. ചുവപ്പ് നരച്ച് കാവിയാകുന്നു എന്ന് പറയുന്നതിന് ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തിന് CPM അച്ചടക്ക നടപടി സ്വീകരിച്ച ബിപിൻ സി ബാബു BJP-യിലേക്ക് ചേക്കേറിയപ്പോൾ ചർച്ചയാകുന്നത് BJP-ക്കും CPM-നും സംഭവിച്ചിരിക്കുന്ന അധപതനമാണ്. ഇത്രയും നാണം കെട്ട രണ്ട് പാർട്ടികൾ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നത് സംശയമാണ്. മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തതിന് ക്രൂരമായി മർദ്ദിച്ചു എന്ന് കാട്ടി ഇയാളുടെ ഭാര്യ നൽകിയ പരാതിയിന്മേലാണ് പാർട്ടി നടപടി സ്വീകരിച്ചത്. വർഗീയ സംഘടനയിൽ ചേർന്നയുടനെ CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇയാൾ ഉന്നയിക്കുന്നത്. സ്വന്തം സ്വഭാവ വൈകല്യത്തെയും അതുവഴി നേരിട്ട നടപടികളെയും ന്യായീകരിക്കാനും വെള്ളപൂശാനുമാണ് രാഷ്ട്രീയ മാറ്റത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്ന് പുകച്ചുരുൾ ഉയരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. പ്രത്യക്ഷത്തിലും അല്ലാതെയും നാട്ടുകാർ കണ്ടറിഞ്ഞിട്ടും കാര്യങ്ങൾ മൂടിവെക്കാനാണ് പാർട്ടി ശ്രമിച്ചു പോകുന്നത്. പക്ഷേ മറയ്ക്കാനാവാത്ത വിധം കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. പുകമാറി തീയായി. പോരാട്ടം തെരുവിലേക്ക് ഇറങ്ങി. ഇനി പൊട്ടിത്തെറിക്കുന്നത് എന്നാണ് എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഒരു നേതാവ് പാർട്ടി വിട്ട് BJP-യിൽ എത്തിയിരിക്കുന്നു. ഇനി എത്ര പേർ പുറത്തേക്ക് ചാടുമെന്ന് വഴിയെ അറിയാം. കത്തുന്ന പുരയിൽ അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. ആലപ്പുഴയിലും കരുനാഗപ്പള്ളിയിലും അരങ്ങേറിയ തുറന്ന പോര് തിരുവല്ലയിലും തിരുവനന്തപുരത്തും ആവർത്തിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ സമ്മേളന കാലമാണിത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും മേലോട്ട് നീങ്ങുന്നതോടെ പോരിന്റെ വാശിയും കൂടിക്കൂടി വന്നേക്കും. പാർട്ടിയിൽ പുകഞ്ഞുകൊണ്ടിരുന്നതായി പുറത്തേക്ക് കേട്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് തെരുവിലെ പോരിനിടെ പാർട്ടിക്കാർ വിളിച്ചു പറഞ്ഞത്. അഴിമതിയും ലൈംഗിക ആരോപണങ്ങളും പകപോക്കലുകളും ഏകാധിപത്യവും സർവോപരി ജിഹാദികളുടെ വിളയാട്ടവും. കേട്ടാൽ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് വനിതാ നേതാക്കളടക്കം ഉറക്കെ പറഞ്ഞത്. ഇരുമ്പു മറയ്ക്കുള്ളിൽ ഭദ്രമായി ഒളിപ്പിച്ചു എന്ന് പാർട്ടിക്കാർ കരുതിയതൊക്കെ അങ്ങാടിപ്പാട്ടായിരിക്കുന്നു. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ. വിവരമുള്ളവർ മുന്നേ പറഞ്ഞതൊക്കെ കൃത്യമായി സംഭവിച്ചു. ഇസ്ലാമിക ഭീകരന്മാർ പിടിമുറുക്കി. മാർസിസം ജിഹാദിസത്തിന് കീഴടങ്ങി. പാർട്ടി കെണിയിൽപ്പെട്ട് പിടയുന്ന അവസ്ഥ. ദേശീയ ബോധവും സ്വത്വബോധവും തെല്ലെങ്കിലും ഉള്ളിൽ അവശേഷിച്ചവർക്ക് അതിലിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനിയും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഒരു കാലത്ത് ദേശീയ തലത്തിൽ 2ാം സ്ഥാനത്തായിരുന്ന കക്ഷിക്ക് മേൽ അസ്തമയത്തിന്റെ പോക്കുവയിൽ വീണു കഴിഞ്ഞു. ബംഗാളിന്റെയും ത്രിപുരയുടെയും വഴിയെ കേരളവും. മുൻകാലത്ത് നേതാക്കളെ പുറത്തായാലും അണികൾ പിടിച്ചു നിൽക്കുമായിരുന്നു. കണ്ടോ കെട്ടുറപ്പ് എന്ന നേതാക്കൾ വീമ്പ് പറഞ്ഞു. ഇന്നിപ്പോൾ ആദ്യം പുറത്തു ചാടുന്നത് അണികളാണ്. ശാസനകൾക്ക് വിലയില്ലാതായിരിക്കുന്നു. എന്തായാലും പണ്ടാരോ പറഞ്ഞതുപോലെ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ സഖാക്കളും സംഘികളും.